നമസ്കാരം. മെട്രിക്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൽക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന, അതായത് 41 ദിവസത്തെ ചെറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കളമെഴുത്തിൻ്റെ ദൃശ്യങ്ങളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. കോട്ടയം ജില്ലയിലെ തന്നെ വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രം തന്നെയാണ് ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സ്ഥിതി ചെയ്യുന്ന കൽക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. അപ്പോൾ അവിടെ 41 ദിവസവും കളമെഴുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന മുടിയെടുപ്പ് ഈ ക്ഷേത്രത്തിലാണ് നടക്കുന്നത്. ശരിക്കും അവിടുത്തെ ഭദ്രകാളി കളമെന്ന് പറഞ്ഞാൽ ഇത് ഭഗവതിയെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ട് പാടുന്ന ദാരികൻ്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബികേ, ആ രീതിയിൽ തന്നെയാണ് അവിടെ കളം വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പം കൂടുതൽ അതിന് കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. ദാരികൻ്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബികേ, ദാരികൻ്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബികേ. നമസ്കാരം ചേട്ടാ, ഇന്നത്തെ ആ കൽക്കുളത്തുകാവ് ഭഗവതിയുടെ 41 ദിവസം ചെറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള കളം ഇടയിലുണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം. അതുപോലെ ഇന്ന് വലിയ കളമാണ്, അതിനെ കുറിച്ചൊന്ന് പറയാം ചേട്ടാ. നമ്മള് 1-ാം തീയതി തൊട്ട് വൃശ്ചികവ്രതം 1-ാം തീയതി തൊട്ട് 41 ദിവസം മണ്ഡലകാലത്ത് ഇവിടെ കളമെഴുത്തും പാട്ട് നടത്താറുണ്ട്. നമ്മൾ 4 കൈയിട്ട് 8 കൈയിട്ട് 16 4 കൈയിട്ട് 8 കൈയിട്ട് 16 കൈയിട്ടാണ് കളം എഴുതാറുള്ളത്. ശരി. പിന്നെ ഇതിനകത്ത് പൊടികൾ പച്ച, ചുമല, മഞ്ഞ, അരിപ്പൊടി, പിന്നെ കറുപ്പ്. അതായത് പച്ച എന്ന് പറയുന്നത് നമ്മൾ മഞ്ചാടിയുടെ ഇല പൊടിക്കുക, വെളുത്തത് അരിപ്പൊടി, ഉമ്മി കരിച്ച് കരിപ്പൊടി, പിന്നെ ചുണ്ണാമ്പും മഞ്ഞളും കൂടെ ചാരിച്ച് മിക്സ് ചെയ്ത് ചുവപ്പ് പൊടി ഇത്തരം പൊടികളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദാരികന്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്തില്ലേ? ദാരിക അവസാനം 41-ാമത്തെ ദിവസം നമ്മൾ ദാരികാവത്തോടുകൂടി ദാരികനെ ചൂരത്തെ കോർത്ത് അങ്ങനെയുള്ള വലിയ കളമാണ്, ഭയങ്കര വലിയ കളമാണ്. ഇന്ന് സാധാരണ 8 കൈയുള്ള കളം. ചില ആൾക്കാർ പറയും വലിയ കളം വേണമെന്ന് പറയുന്ന അനുസരിച്ച് നമ്മൾ കളം നമ്മൾ വരച്ച് പറിക്കാറുണ്ട്. അപ്പോൾ ചേട്ടനാണോ ഇത് വർഷങ്ങളായി ചെയ്യുന്നത്? ഞാൻ ഇപ്പം 40 വർഷങ്ങളായി. അച്ഛനായിരുന്നു എൻ്റെ, അത് കഴിഞ്ഞ് പേരപ്പനായിരുന്നു, അത് അച്ഛന്. നമ്മുടെ കാരായ്മയാണോ? അപ്പോൾ കാരായ്മയല്ല, നമ്മൾ വർഷങ്ങളായി പരുത്തിക്കാട്ടില്ലത്തിനാണല്ലേ? പരുത്തിക്കാട്ട് കുടുംബത്തിനാണ് ഇതിനകത്ത് ഇത്. അപ്പം നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തു പോയിരുന്നു. ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. ഭഗവതിയുടെ അനുഗ്രഹമൊക്കെ എല്ലാവർക്കും ഉണ്ട്, അതുകൊണ്ട് അല്ലേ? അതെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ചെറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് എന്ന് വരെയാണ്? ഈ 41 വരെയാണോ അതോ മകരവിളക്ക് വരെ ഉണ്ടോ? 41 വരെ 1-ാം തീയതി തൊട്ട് 41 ദിവസം നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഒരു ദിവസം നമ്മൾ എഴുതാറുള്ളൂ. മീനഭരണിക്ക് മാത്രമേ നമ്മൾ കളവ് എഴുതാറുള്ളൂ. അല്ലാതെ വേറെ ഒരു ഇതിലും നമുക്ക് ഗുരുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതത്തില്ല. അത്രയും പവർ ഇതിനുണ്ടല്ലേ? അതായത് കൽക്കുളത്തുകാവ് ഭയങ്കര രൗദ്രഭാവമാണ്, ശക്തിയുള്ള ദേവിയാണ്. അതെ, കൽക്കുളത്തുകാവ് ഭഗവതിയുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മധ്യ കേരളത്തിൽ തന്നെ മുടിയെടുപ്പ് മഹോത്സവമുള്ള ഒരു ഏക ക്ഷേത്രം. 12 ഇതിലാണ് 12 വർഷം കൂടിയിരിക്കുമ്പോൾ നമ്മൾ മുടിയെടുപ്പ് നടത്താറുള്ളത്. ഭയങ്കര രൗദ്രഭാവമാണ്. കാറ്റും മഴയും മഞ്ഞും വെയിലും എല്ലാം കൊള്ളുന്ന ഒരു ഭഗവതിയാണ്. വിളിച്ചാ വിളിപ്പുറത്ത് അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ കളം വരയ്ക്കുന്നത് അല്ലേ? അപ്പൊ ഇന്നത്തെ കളം 8 കൈയുള്ള. ഇനി അത് വലുത് വരയ്ക്കുന്ന 41 ഉള്ളൂ. അത് എത്ര? ഇത് 16 കൈയിട്ട് 16 കൈയിൽ ആയുധമൊക്കെ ആയിട്ട് ദാരികനെ വരയ്ക്കുന്ന ഭാവമാണ് നമ്മൾ രൗദ്രഭാവത്തോടെ തന്നെ ചെയ്യുന്നത്. ശരി, വളരെ നന്ദി ചേട്ടാ. ശരി, ആയിക്കോട്ടെ. ഓക്കെ.